നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഇൻ ദ ഓർഗനൈസേഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ആദ്യമായിട്ട് എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്നുള്ളത് നോക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ മീൻസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഡിസൈൻഡ് and established by the management to achieve organizational goals. It is the structure, authority, responsibility, line of command, clear definition of jobs will be specified. Formal organization സിസ്റ്റത്തില് എല്ലാ ജോലികളും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതും എങ്ങനൊക്കെ രീതിയിൽ കറക്റ്റായിട്ട് ഏതൊക്കെ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഒക്കെ വരുന്ന കറക്റ്റായിട്ടുള്ള ഒരു ലൈൻ ഓഫ് കമാൻഡിലുമായിരിക്കണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലെ ഏറ്റവും കൂടുതൽ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ട് എങ്ങനെയാണ് മാനേജ്മെന്റ് ഒരു ഗോൾ അച്ചീവ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസിലാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ മിസ്റ്റർ ലൂയിസ് അല്ലന്റെ ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് എ സിസ്റ്റം ഓഫ് വെൽ ഡിഫൈൻഡ് ജോബ്സ്. കണ്ടോ, ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് എ സിസ്റ്റം ഓഫ് വെൽ ഡിഫൈൻഡ് ജോബ്സ് each bearing a definite measure of authority, responsibility and accountability. എന്തൊക്കെയാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോക്കൂ. കൃത്യമായിട്ട് ടോപ്പ് മാനേജ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇതിനകത്ത് സ്പെഷ്യലൈസേഷനോ ഡിവിഷൻ ഓഫ് ലേബറും ഉണ്ട്. അതേപോലെ തന്നെ കൃത്യമായിട്ട് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഓരോ വ്യക്തികളുടെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഇതിനുള്ളിൽ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഇറ്റ് സ്പെസിഫൈസ് ഒഫീഷ്യൽ ലൈൻസ്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ലൈൻസ് കൃത്യമായിട്ട് പറയുകയും എങ്ങനെയാണ് ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഏതൊക്കെ പൊസിഷൻസ് ആണ് ടോപ്പ് മാനേജ്മെന്റ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഏതൊക്കെ ഇൻഡിവിജ്വൽസ് ഹാൻഡിൽ ചെയ്തുകൂടാന്നൊക്കെ ഉള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഇംപേഴ്സണലാണ്, അതായത് വളരെ പോളിസി പ്രൊസീജിയറിന്റെ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് ഫോർമലി മാത്രം കണ്ടക്ട് ചെയ്യപ്പെടുന്ന ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയ ആയിരിക്കും ഫോർമൽ ഓർഗനൈസേഷൻ. സോ ദാറ്റ് ഈസ് കോൾഡ് ഇംപേഴ്സണൽ. എന്തൊക്കെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ ആയിരിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. എല്ലാ കാര്യങ്ങളും എസ്പെഷ്യലി ഒരു ഓർഗനൈസേഷന്റെ വർക്ക് നടക്കുന്നത് ക്ലിയർ ആയിട്ടായിരിക്കും. ഓരോ ഓർഡർ ഉണ്ട്, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡറിലായിരിക്കും വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഉണ്ടായിരിക്കത്തില്ല. അത് മാത്രമല്ല യൂണിറ്റി ഓഫ് കമാൻഡ് അവിടെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അത് മാത്രമല്ല നമുക്ക് ഓർഗനൈസേഷൻ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. കോർഡിനേഷൻ വളരെ കൃത്യമായിട്ട് നടക്കും. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഡിലേ ഉണ്ടാവും, കാരണം ഇതിനെല്ലാം ഒരു പ്രൊസീജിയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ കൃത്യമായ ഓർഡറിൽ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ ഡിലേ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ക്രിയേറ്റിവിറ്റിക്കുള്ള ഓപ്ഷൻസ് കുറവാണ്. ഇൻഅഡിക്വേറ്റ് റെക്കഗ്നേഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി. അതേപോലെ തന്നെ എംപ്ലോയീസിന്റെ കീനായിട്ട് അവരെ പേഴ്സണലി ലുക്ക് ഇൻടു ചെയ്യുന്നില്ല, അവരുടെ നീഡ്സ് ലുക്ക് ഇൻടു ചെയ്യുന്നില്ല. ജനറലി ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിനനുസരിച്ചായിരിക്കും പോകുന്നത്. കൂടുതലും വർക്കിന്റെ സ്ട്രക്ചറിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എന്താ നിങ്ങൾക്ക് ഓവറോൾ മനസ്സിലായത്? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ വെൽ ഡിഫൈൻഡ് ജോബ്സ് ഉള്ള, കൃത്യമായിട്ട് അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സിംപ്ലി. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആയിരിക്കും ആളുകൾ വർക്ക് ചെയ്യുന്നത്. പീപ്പിൾ വർക്കിംഗ് ടുഗദർ ഇൻ ദി ഫോർമൽ ഓർഗനൈസേഷൻ ടു ഇന്ററാക്ട്, കമ്മ്യൂണിക്കേറ്റ് in each other for the course of work. Then gradually they develop a friendships അല്ലെങ്കിൽ small social groups among their area. അവരുടെ പിയർ ഗ്രൂപ്പിൽ അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നെ നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇപ്പൊ ഗ്രൂപ്പ് ഉണ്ടല്ലേ. അപ്പൊ ഇൻഫോർമൽ ആയിട്ടൊരു ഗ്രൂപ്പാണ്. അപ്പൊ അതൊരു നെറ്റ്വർക്കാണ്. ഫോർമൽ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സോഷ്യൽ ഗ്രൂപ്പുകളെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഉണ്ടാക്കാം, ഏതെങ്കിലും രീതിയിലെ നെറ്റ്വർക്ക് കൂടെ ആളുകൾ ഗ്രൂപ്പ് ആവാം. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയസിനെയാണ് നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് മെൻഷൻ ചെയ്യുന്നത്. Informal organization is the system of social relationship among members of a formal organization. ഈ റിലേഷൻസ് പേഴ്സണൽ ആയിരിക്കും, മറ്റേത് ഇംപേഴ്സണൽ ആണെന്ന് നമ്മൾ പറഞ്ഞു.
ഈ ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പേഴ്സണൽ ഇൻ നേച്ചർ ആയിരിക്കും. സോ കെയ്റ്റ് ഡേവിസിന്റെ ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. Informal organization is the network of personal and social relationship that is not established or required by formal organization. Formal organization അകത്ത് വരുന്ന ഇൻഫോർമൽ ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിന് ഫോർമൽ ഓർഗനൈസേഷനുമായിട്ട് ബന്ധമുണ്ടാകണമെന്ന് നിർബന്ധം ഇല്ല. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് നമുക്ക് നോക്കാം. സ്പോണ്ടേനിയസ്ലി ഉണ്ടാവുന്നതായിരിക്കും, പ്രീ പ്ലാൻഡ് ആയിരിക്കത്തില്ല. വളരെ ക്വിക്ക് ആയിട്ട് സസ്പെൻസ് ആയിട്ട് ഉണ്ടാവുന്ന റിലേഷൻഷിപ്പുകളാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതേപോലെ തന്നെ ആ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു മൂഡ് അനുസരിച്ചായിരിക്കും. സോഷ്യലി, ഇമോഷണലി, സൈക്കോളജിക്കലി നമ്മുടെ ആ സമയത്തെ ഒരു ആക്ടിവിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് ഈ റിലേഷൻഷിപ്പുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ. അതേപോലെ തന്നെ വോളണ്ടറി ആയിട്ട് ഉണ്ടാവുന്നത്, ആരും ഫോഴ്സ് ചെയ്ത് കമ്പൽസറി ആയിട്ട് ഇന്ന റൂള് വെച്ച് ചെയ്യണം അങ്ങനെയൊന്നുമല്ല. വോളണ്ടറി ഉണ്ടാവുന്ന ഓർഗനൈസേഷനാണ്. പേഴ്സണൽ ആയിട്ടുള്ള പ്രിഫറൻസുകളും പേഴ്സണൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും വെച്ചുണ്ടാവുന്നതായിരിക്കും. അതേപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ റിഫ്ലക്ട് ചെയ്യുന്ന തരത്തിലുള്ളതായിരിക്കും. ഇതിന് കൃത്യമായിട്ടൊരു സ്ട്രക്ചറോ ഒരു ഫോമോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അത് മാത്രമല്ല കൃത്യമായിട്ടുള്ള റിട്ടേൺ റൂൾസും റെഗുലേഷൻസും ഒന്നും ഇതിനില്ല. ഇത് ഹൈലി ഫ്ലെക്സിബിൾ ആയിരിക്കും. ചിലപ്പം ഇത് നല്ല കൂട്ടായിരിക്കും, ചിലപ്പോൾ അവർ പെട്ടെന്ന് അടിച്ചു പിരിയാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എന്തൊക്കെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജസ്? പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ നടക്കും. അവിടെ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു ലൈൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ നടക്കും. ആളുകളുടെ സോഷ്യൽ നീഡ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതുപോലെ തന്നെ ഫോർമൽ സ്ട്രക്ചർ അവിടെ ഇല്ല. അതിന്റെ ഫോർമൽ സ്ട്രക്ചർ അങ്ങനെ ഫോർമൽ ആയിട്ട് ചെയ്യണം അങ്ങനെയുള്ള ആക്ടിവിറ്റി അവിടെ ഇല്ല. എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ഡിസഡ്വാൻറ്റേജസ്: ഫോൾസ് ന്യൂസ് പരക്കാം. അതായത് അവർക്കൊരു ഒതന്റിക്കേഷൻ ഒന്നും ഇല്ലല്ലോ. അവിടെ ഈ എന്നിടത്തു നിന്നാണോ ഈ ന്യൂസ് വരുന്നത് അങ്ങനെയൊന്നുമില്ല. ആളുകൾ ആ സമയത്ത് തോന്നുന്നത് പോലെ അവരുടെ സോഷ്യൽ നീഡ്സ് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഫോൾസ് ആയിട്ടുള്ള ന്യൂസ് അവിടെ സ്പ്രെഡ് ചെയ്യാം. അതുപോലെ മാത്രമല്ല എംപ്ലോയീസിന്റെ വർക്ക് അതിന് പ്രോപ്പറായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാം. അതേപോലെ പേഴ്സണൽ ഇൻട്രസ്റ്റുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കപ്പെടുന്നു. സോ ഇതൊക്കെയാണ് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഫോർമൽ ഓർഗനൈസേഷന്റെ ഒരു പാർട്ടാണ്. ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യപ്പെടാനായിട്ട് പറ്റത്തില്ല. വേറെ വേർഡ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫേസ് ആണ്, ഫോർമലും ഇൻഫോർമലും. ഇത് രണ്ടും ഒരു ഓർഗനൈസേഷന്റെ സെയിം പാർട്ടായിട്ട് സെയിം രണ്ട് ആസ്പെക്റ്റുകളായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ട് കിടക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ ഡിഫറൻസുകൾ എന്ന് നമുക്ക് നോക്കാം. ഫോർമേഷന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ടോപ്പ് മാനേജ്മെന്റ് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് അതിന്റെ റിസൾട്ടിൽ ഫോം ആവുന്നതാണ്. ഫോർമൽ ഓർഗനൈസേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ പർപ്പസ് എന്ന് പറയുന്നത് സോഷ്യൽ നീഡ്സ് ഓഫ് എംപ്ലോയീസ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതോറിറ്റിയുടെ കേസിൽ ഫോർമൽ ഓർഗനൈസേഷന് കൃത്യമായിട്ടുള്ള പൊസിഷൻ അവിടെ ടോപ്പ് മാനേജ്മെന്റിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ഓരോരുത്തരുടെ പേഴ്സണൽ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും അവർ അതോറിറ്റി എടുക്കുന്നത്. ബിഹേവിയർ കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് വെച്ചിട്ടായിരിക്കും ഫോർമൽ ഓർഗനൈസേഷനിൽ ബിഹേവിയർ പോകുന്നത്. പക്ഷെ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അങ്ങനെയുള്ള ബിഹേവിയറൽ പാറ്റേൺ ഒന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഫോർമൽ ഓർഗനൈസേഷൻ വളരെ ഫിക്സഡ് ആയിരിക്കും, റിജിഡ് ആയിരിക്കും. ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫ്ലെക്സിബിൾ ആയിരിക്കും. കമ്മ്യൂണിക്കേഷന്റെ കേസിൽ ഫോർമൽ ഓർഗനൈസേഷൻ ഒരു ഒഫീഷ്യൽ ലൈൻസ് ഉണ്ട്. ആ രീതിയിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ കേസിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഇഷ്ടമുള്ള പോലെ കൺവീനിയന്റ് ആയിട്ട് അവർക്ക് നടത്താം. കൃത്യമായിട്ടുള്ള ഓർഗനൈസേഷണൽ ചാർട്ടോട് കൂടി അതിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഫോർമൽ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ അങ്ങനെ ഒരു ചാർട്ടോ സ്ട്രക്ചറോ ഒന്നുമില്ല. അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകൾ വരുന്നത് ഫോർമൽ ഓർഗനൈസേഷനിൽ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അനുസരിച്ചായിരിക്കും റിലേഷൻഷിപ്പുകൾ അവിടെ ബിൽഡ് ചെയ്യപ്പെടുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അങ്ങനെ പ്രത്യേക തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ അതോറിറ്റി വെച്ചിട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല. മാനേജേഴ്സ് ആണ് ഫോർമൽ ഓർഗനൈസേഷനിൽ ലീഡേഴ്സ് ആയിട്ട് വരുന്നത്. മറ്റേ ഈ ഇൻഫോർമൽ ഓർഗനൈസേഷന്റെ കേസിൽ ലീഡേഴ്സ് ആയിട്ട് വരുന്നത് വോളണ്ടിയർലി കൂടുതൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു ലീഡർ ആയിട്ട് വരും. സ്റ്റെബിലിറ്റി ഫോർമൽ ഓർഗനൈസേഷൻ നല്ല സ്റ്റേബിൾ ആയിരിക്കും. പക്ഷെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തകരാം. ആ ഗ്രൂപ്പ് അങ്ങനെ നിലനിൽക്കണമെന്നില്ല. സോ ഇറ്റ് ഡസ് നോട്ട് ലാസ്റ്റ് ലോങ്.
എന്താണ് ഡെലിഗേഷൻ? അടുത്ത ഹെഡിങ് ആണ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റി താഴേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അതായത് ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. മുകളിലിരിക്കുന്ന സുപ്പീരിയറിന്റെ അടുത്ത് നിന്ന് താഴെ ഇരിക്കുന്ന സബോർഡിനേറ്റിലേക്ക് സുപ്പീരിയറിന്റെ അതോറിറ്റി കുറച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനാണ് ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഡെലിഗേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഒരു ഓർഗനൈസേഷന്റെ. ഓർഗനൈസിംഗ് ആക്ടിവിറ്റീസ് നടക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡെലിഗേഷൻ ഉപയോഗിക്കപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോസസ് ഓഫ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ടാസ്കുകൾ കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക, കൃത്യമായ അതോറിറ്റി മെൻഷൻ ചെയ്ത് കൊടുക്കുക, എന്താണ് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കൊടുക്കുക. ബേസിക്കലി ഡിവിഷൻ ഓഫ് ലേബർ ആണ് അവിടെ വരുന്ന പ്രിൻസിപ്പിൾ. എൽ.എ. അലന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, ദ എബിലിറ്റി ടു ഗെറ്റ് റിസൾട്ട്സ് ത്രൂ അതേഴ്സ്. അതാണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രോസസ് ഓഫ് എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുക സബോർഡിനേറ്റ്സിന്. ഫസ്റ്റ് സ്റ്റെപ്പ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടി ടു സബോർഡിനേറ്റ്സ് ആണ്. ഡെലിഗേറ്റർ ആയിട്ടുള്ള നമ്മുടെ സുപ്പീരിയർ പറയും ഏതൊക്കെ ടാസ്കുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, സബോർഡിനേറ്റ്സ് ചെയ്യേണ്ടതെന്ന്, ഏതൊക്കെ സമയത്ത് അത് തീർക്കണം, ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവർക്ക് കൊടുക്കുന്നു. 2, അതോറിറ്റി ഗ്രാൻഡിങ് അതോറിറ്റി. അതായത് അതോറിറ്റി അധികാരം കിട്ടാതെ ആർക്കും ആ ജോലി ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. സോ അവർക്ക് ഉത്തരവാദിത്വം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ കൃത്യമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയും കൂടെ അവർക്ക് കൊടുക്കുന്നു. അപ്പൊ സുപ്പീരിയർ കറക്റ്റ് ആയിട്ട് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒരുമിച്ച് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനാണ് ഡെലിഗേഷൻ എന്നും കൂടെ പറയുന്നത്. തേർഡ് പോയിന്റ് ആണ് ക്രിയേറ്റിംഗ് ഒബ്ലിഗേഷൻ ഓർ അക്കൗണ്ടബിലിറ്റി. ഒരു തവണ നമ്മൾ ഈ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ സബോർഡിനേറ്റ്സ് ഇതിന് ഉത്തരം പറയാൻ റെഡി ആയിരിക്കണം. എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം എപ്പോൾ തീർക്കും, നമ്മൾ ടാസ്ക് കൊടുത്തു. അപ്പോൾ സബോർഡിനേറ്റ്സ് കൃത്യമായിട്ട് സുപ്പീരിയറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കണം എന്തൊക്കെയാണ് പെർഫോമൻസിന്റെ സ്റ്റാറ്റസ് എന്നുള്ളത്. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഡെലിഗേഷന്റെ എലിമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ എലിമെന്റുകളാണ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്? അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. 3 ബേസിക് എലിമെന്റ്സ് ആണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ ഉള്ളത്. അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യപ്പെടും, റെസ്പോൺസിബിലിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും, അക്കൗണ്ടബിലിറ്റി അവിടെ ഇമ്പോസ് ചെയ്യപ്പെടും. കൃത്യമായിട്ട് മനസ്സിലായല്ലോ എന്തൊക്കെയാണ് എലിമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ എന്നുള്ളത്. ഒന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം, അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുകയാണ്. നമുക്ക് ഓർഡർ ഇടാൻ പറ്റും. ഹെൻറി ഫയോളിനെ സംബന്ധിച്ചിടത്തോളം ദ റൈറ്റ് ടു ഗീവ് ഓർഡർ ആൻഡ് എക്സാക്ട് ഒബീഡിയൻസ്, അതിനെയാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹമാണ് കൃത്യമായിട്ടുള്ള ഡിഫറൻസുകൾ, ഒഫീഷ്യൽ അതോറിറ്റിയുടെയും പേഴ്സണൽ അതോറിറ്റിയുടെയും ഡിഫറൻസുകൾ മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളത്. അതോറിറ്റി വിച്ച് ഡിറൈവ്ഡ് ബൈ എ പേഴ്സൺ ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് പൊസിഷൻ കോൾഡ് ഒഫീഷ്യൽ അതോറിറ്റി. അതായത് ഇപ്പൊ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളിൽ നിന്നും ഉണ്ടാവുന്ന അതോറിറ്റി, അതിനാണ് ഒഫീഷ്യൽ അതോറിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് അബൌട്ട് പേഴ്സണൽ അതോറിറ്റി? പേഴ്സണൽ അതോറിറ്റി ഇസ് ഡിറൈവ്ഡ് ഓൺ എ പേഴ്സൺ ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് ഇന്റലിജൻസ്, നോളജ്. ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ നോളജും സ്കില്ലും എക്സ്പീരിയൻസും വെച്ചിട്ടുണ്ടാവുന്ന അതോറിറ്റിനെയാണ് പേഴ്സണൽ അതോറിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി എപ്പോഴും ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് ഉള്ള ലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അതോറിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പിനെയാണ്. എന്താണ് റെസ്പോൺസിബിലിറ്റി? റെസ്പോൺസിബിലിറ്റി ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത് ഒരു ടാസ്ക് പെർഫോം ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തിനെയാണ്. ഇത് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത് സുപ്പീരിയർ സബോർഡിനേറ്റിന് കൊടുക്കുന്ന അധികാരത്തിൽ കൂടെയാണ്. ഇത് നമുക്ക് പിന്നീട് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു തവണ ഒരാൾ ഉത്തരവാദിത്വം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇനി അടുത്ത ആളിലേക്ക് അത് കൊടുക്കാം, അത് നടക്കുന്ന കാര്യമല്ല. ഇറ്റ് കനോട്ട് ബി ഡെലിഗേറ്റഡ് ഓർ ട്രാൻസ്ഫോംഡ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. റെസ്പോൺസിബിലിറ്റി എപ്പോഴും അപ്വേർഡ്സ് ആയിരിക്കും. താഴെ നിൽക്കുന്ന ആള് മുകളിൽ നിൽക്കുന്ന ആളുടെ അടുത്തായിരിക്കും ഉത്തരവാദിത്വം പറയേണ്ടത്, സബോർഡിനേറ്റിൽ നിന്ന് സുപ്പീരിയറിലേക്ക്. കൂൺസ് ഓഡോണലിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചൊരു ഡെഫിനിഷനും കൂടി നമുക്ക് നോക്കാം. റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് എ സബോർഡിനേറ്റ് ടു പെർഫോം ദ അസൈൻഡ് ആൻഡ് ഇംപ്ലോയ്ഡ് ഡ്യൂട്ടീസ്. സോ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ട്. അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യപ്പെടും. നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു 10 സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ അധികാരം കൊടുത്തു, പക്ഷെ അവർക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല. 10 സ്റ്റുഡൻസും എക്സാമിന് തോറ്റു എന്നുണ്ടെങ്കിൽ ആ ടീച്ചറിന്റെ അടുത്താണ് ഉത്തരവാദിത്വം വരേണ്ടത്. സോ ഉത്തരവാദിത്വം കൂടി ഒരുമിച്ച് ഷെയർ ചെയ്യപ്പെട്ട് കൊടുത്താൽ മാത്രമേ അവർ കറക്റ്റായിട്ട് ആ ജോലി ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടും. സോ ദാറ്റ് ഈസ് ദ പോയിന്റ്.
തേർഡ് പോയിന്റ് അക്കൗണ്ടബിലിറ്റി ആയിരുന്നു. അക്കൗണ്ടബിലിറ്റി എന്താണ്? ഒരു ടാസ്ക് പെർഫോം ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. അതിനെക്കുറിച്ച് ആ സബോർഡിനേറ്റ്സ് ബോധവാൻ ആയിരിക്കണം. അക്കൗണ്ടബിലിറ്റി ഇസ് ദ ഒബ്ലിഗേഷൻ ടു പെർഫോം റെസ്പോൺസിബിലിറ്റി വെൻ സബോർഡിനേറ്റ് ഈസ് അസൈൻഡ് ടു സം ഡ്യൂട്ടീസ് ഈസ് ടു ബി പെർഫോംഡ്. അതായത് സുപ്പീരിയറിന്റെ അടുത്ത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള ഉത്തരവാദിത്തം ആ ഒരു പർട്ടിക്കുലർ സബോർഡിനേറ്റിന് ഉണ്ട്. എ എന്ന് പറയുന്ന ബോസിന്റെ അടുത്ത് ബി എന്ന് പറയുന്ന സബോർഡിനേറ്റ്, അതിൽ അദ്ദേഹത്തിന് താഴെ വർക്ക് ചെയ്യുന്ന ആള് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കണം. അയാൾ അതിന് അക്കൗണ്ടബിൾ ആണ്, ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. സോ അക്കൗണ്ടബിലിറ്റി ഓൾസോ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ഡെലിഗേഷൻ. അക്കൗണ്ടബിലിറ്റി ഒരിക്കലും നമുക്ക് ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതെപ്പോഴും അപ്വേർഡ് മൂവ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. ജസ്റ്റ് എന്താണ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്നുള്ള പോയിന്റ് ആണ് ഇവിടെ നോക്കുന്നത്. അതോറിറ്റി റൈറ്റ് ടു കമാൻഡ് ആണ്. റെസ്പോൺസിബിലിറ്റി പെർഫോം ചെയ്യാനുള്ള ടാസ്ക്, ഒബ്ലിഗേഷൻ ടു പെർഫോം ടാസ്ക്. അക്കൗണ്ടബിലിറ്റി ആൻസറബിലിറ്റി ആണ് ടു ദ ഫൈനൽ ഔട്ട്കം. അതേപോലെ തന്നെ അതോറിറ്റി നമുക്ക് ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട് കൊടുക്കാൻ പറ്റും. റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അക്കൗണ്ടബിലിറ്റിയും ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതോറിറ്റി ഫോർമൽ പൊസിഷനിൽ നിന്ന് ഒറിജിനായിട്ട് ചെയ്യപ്പെടുന്ന സാധനമാണ്. റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഉണ്ടാവുന്ന കാര്യമാണ് അക്കൗണ്ടബിലിറ്റി. ഈ അതോറിറ്റി എപ്പോഴും ഡൗൺവേർഡ്സ് ഫ്ലോ ചെയ്യും, അതായത് ബോസിൽ നിന്ന് താഴേക്ക്, സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റിലേക്ക്. റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും എപ്പോഴും മൂവ് അപ്വേർഡ്സ്, സബോർഡിനേറ്റ് ടു സുപ്പീരിയർ. എന്താണ് ഇനി ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, എഫിഷ്യന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് നടക്കും. മാനേജർ ഇത് ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാനേജർക്ക് വേറെ വർക്കുകളിൽ ഫോക്കസ് ചെയ്യാനും കൂടുതൽ നന്നായിട്ട് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. അപ്പൊ ഹെവി ലോഡ് ഓഫ് വർക്ക് അവിടെ കുറയും. സോ കൂടുതൽ പോളിസി മാറ്റേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും ഒരു മാനേജർക്ക് തീർച്ചയായിട്ടും സാധിക്കും. സോ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷനിൽ ഒന്നാമത്തത് മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് എംപ്ലോയീസിന് ഡെവലപ്മെന്റ് ഉണ്ടാവും. കാരണം നമ്മൾ ഡെലിഗേറ്റ് ചെയ്യപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വർക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും സുപ്പീരിയറിന്റെ അടുത്ത് കൂടുതൽ അക്കൗണ്ടബിൾ ആവുകയും ചെയ്യും. സോ അതുവഴി ആ പർട്ടിക്കുലർ എംപ്ലോയീസിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കൂടും, അവർ ഡിസിഷൻ മേക്കേഴ്സ് ആവും, ലീഡേഴ്സ് ആവും. സോ അതുകൊണ്ട് എംപ്ലോയീസിന് ഡെവലപ്മെന്റ് അവിടെ കൃത്യമായിട്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തേർഡ് പോയിന്റ് നോക്കൂ, എംപ്ലോയീസിന്റെ ഒരു മോട്ടിവേഷൻ ആണ്. അതായത് മാനേജർ ആയിട്ടിരിക്കുന്ന ഒരാൾ അസിസ്റ്റന്റ് മാനേജർക്ക് അദ്ദേഹത്തിന്റെ പവർ കൊടുക്കുമ്പോൾ അസിസ്റ്റന്റ് മാനേജർക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. എനിക്ക് നാളെ മാനേജറായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. സോ സം എംപ്ലോയീസ് വിൽ വില്ലിംഗ് ടു ടേക്ക് ദാറ്റ് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി. സോ അപ്പോൾ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അവർക്ക് കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഉണ്ടാകുമ്പോൾ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എംപ്ലോയീസിന് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് പോലെ തന്നെ എംപ്ലോയീസിന് മോട്ടിവേഷനും ഉണ്ടാവുന്നുണ്ട്. അതേപോലെ ഗ്രോത്തിനെ വളരെയധികം ഫെസിലിറ്റേറ്റ് ചെയ്യും. ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി ഫ്യൂച്ചർ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ കൂടുതൽ എക്സിക്യൂട്ടീവ്സ് അവിടെ പ്രിപ്പയർഡ് ആവപ്പെടുകയാണ്. നാളെ ഈ വർക്ക് ചെയ്യാൻ പ്രാപ്തരാക്കുകയാണ് നമ്മൾ മറ്റുള്ളവരെ കൂടി. അപ്പോൾ കൂടുതൽ എളുപ്പത്തിൽ ചാലഞ്ചസ് ഫേസ് ചെയ്യാനായിട്ട് പറ്റും, കൂടുതൽ എഫക്റ്റീവ്ലി നമുക്ക് ഗ്രോത്ത് കൂട്ടാൻ പറ്റും. സോ ഫെസിലിറ്റേഷൻ ഓഫ് ഗ്രോത്ത് ഈസ് ഓൾസോ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ. അതേപോലെ ബേസിസ് ഓഫ് മാനേജ്മെന്റ് ഹൈറാർക്കി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എപ്പോഴും സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് നന്നാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. സോ ഡെലിഗേഷൻ അതോറിറ്റി എപ്പോഴും പവർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ റിലേഷൻഷിപ്പ് നന്നാക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബെറ്റർ കോർഡിനേഷൻ. ഡെലിഗേഷൻ എലമെന്റ്സ് ലൈക്ക് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഇതെല്ലാം ഒരുമിച്ച് ഇതിനകത്ത് വരുമ്പം അവരുടെ പവറും റൈറ്റും റെസ്പോൺസിബിലിറ്റിയും എല്ലാം മിക്സപ്പ് ആയി വരികയാണ്. ജോബ് പൊസിഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു, കൃത്യമായിട്ട് അത് ഡിഫൈൻ ചെയ്യപ്പെട്ട് മാറുന്നു, അതിനെല്ലാം ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നു. അപ്പൊ അതുവഴി കൂടുതൽ കോർഡിനേറ്റീവ് ആയിട്ട് ഡിപ്പാർട്ട്മെന്റ്സുകളും പല ജോബ് പൊസിഷൻസും പല ഫംഗ്ഷൻസും തമ്മിൽ വർക്ക് ചെയ്യാനായിട്ട് സഹായകമാകുന്നു. സോ ബെറ്റർ കോർഡിനേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് ഡെലിഗേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് ഹെൻറി ഫയോളിന്റെ ആസ്പെക്റ്റിൽ നമുക്കൊന്ന് നോക്കാം. Everything that goes to increase the importance of the subordinate role is decentralization. Decentralization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിഗേഷന്റെ വേറൊരു ആസ്പെക്ട് ആണ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
എല്ലാം സുപ്പീരിയേഴ്സ് മാത്രം ചെയ്യുന്നതിനെയാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡീസെൻട്രലൈസേഷൻ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും സെൻട്രലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെ സെൻട്രലൈസേഷൻ എന്നും എല്ലാ കാര്യങ്ങളും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയും. എവറിത്തിങ് ദാറ്റ് ഗോസ് ടു ഇൻക്രീസ് ദ സബോർഡിനേറ്റ്സ് റോൾ ദാറ്റ് ഈസ് കോൾഡ് ഡീസെൻട്രലൈസേഷൻ. എല്ലാ കാര്യങ്ങളും സബോർഡിനേറ്റ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ഡീസെൻട്രലൈസേഷൻ എന്നും അതിനെ ഡിക്രീസ് ചെയ്യപ്പെടുന്നത് സെൻട്രലൈസേഷൻ എന്നുമാണ് ഹെൻറി ഫയോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഡീസെൻട്രലൈസേഷൻ മീൻസ് ഡിസ്പോസൽ ഓഫ് പവർ. ഡിസ്പോസൽ ഓഫ് പവർ ടു ദ ലോവർ ലെവൽസ്. ഓർഗനൈസേഷന്റെ ലോവർ ലെവലിലേക്ക് പവർ കൊടുക്കപ്പെടുന്നു. ഓരോ ഓർഗനൈസേഷനും കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ബിക്കോസ് അതിനാണല്ലോ ടോപ്പ് മാനേജ്മെന്റ് ഉള്ളത്. അവരവരുടെ കൺട്രോളിൽ മാത്രമേ ഡീസെൻട്രലൈസേഷൻ നടക്കത്തുള്ളൂ. രണ്ടും ഒരുമിച്ച് both of them are existing together. അത് ഒന്നൊന്നും ഒന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഓർഗനൈസേഷന്റെ കൺട്രോള് ലോവർ ലെവലിലൂടെ കൊടുക്കുന്നതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു കമ്പനി ഒരിക്കലും ഉണ്ടാവത്തില്ല. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും എക്സിസ്റ്റ് ടുഗെദർ. എന്തൊക്കെയാണ് ഡീസെൻട്രലൈസേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, സബോർഡിനേറ്റ്സിനകത്ത് ഒരു ഇനീഷ്യേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഡീസെൻട്രലൈസേഷൻ എപ്പോഴും കൂടുതൽ സബോർഡിനേറ്റ്സിന് കോൺഫിഡൻസ് ഉണ്ടാക്കാനും അവരെ സുസ്ഥിരമായിട്ട് സെൽഫ് റിലയന്റ് ആയിട്ട് സ്വവികസനം ഉണ്ടാക്കാനും സഹായിക്കുന്നു. സോ ലോവർ ലെവലിൽ മാനേജേഴ്സിന് കൂടുതൽ ഫ്രീഡം കിട്ടും. സോ അവർക്ക് കൂടുതൽ നന്നായിട്ട് കരിയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് ഡെവലപ്പ് ഇനീഷ്യേറ്റ് എമംഗ് സബോർഡിനേറ്റ്സ്. ദെൻ അതുപോലെ ഡെവലപ്പ് മാനേജറിയൽ ടാലന്റ് ഫോർ ദ ഫ്യൂച്ചർ. ഡീസെൻട്രലൈസേഷൻ എപ്പോഴും സബോർഡിനേറ്റ്സിന് കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാനും വർക്ക് കൂടുതൽ ഫെമിലിയർ ആക്കാനും സഹായിക്കും. സുപ്പീരിയേഴ്സിന്റെ വർക്ക് എന്താണ്, സോ അതുവഴി ഫ്യൂച്ചറിൽ അവർ നല്ല ബെറ്റർ ഡിസിഷൻ മേക്കേഴ്സ് ആയി മാറുകയും ഡീസെൻട്രലൈസേഷൻ നല്ല മാനേജേഴ്സിനെ പ്രിപ്പയർ ചെയ്ത് എടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ അതാണ് അവിടെ പറയുന്ന പോയിന്റ്, ഡെവലപ്പ് മാനേജറിയൽ ടാലന്റ് ഫോർ ദ ഫ്യൂച്ചർ. ദെൻ ക്വിക്ക് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ്, റിലീഫ് ടു ദ ടോപ്പ് മാനേജ്മെന്റ്. ഡീസെൻട്രലൈസേഷൻ എപ്പോഴും ടോപ്പ് എക്സിക്യൂട്ടീവ്സിന് ലോഡ് കുറയ്ക്കാനും വർക്ക് കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. സോ അതുവഴി കൂടുതലായിട്ട് ബാക്കിയുള്ള മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസിനെ ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ ഫെസിലിറ്റേറ്റ് ഗ്രോത്ത്. ഡീസെൻട്രലൈസേഷൻ എപ്പോഴും എക്സിക്യൂട്ടീവ്സിന്റെ ഗ്രോത്ത് കൂട്ടാൻ സഹായിക്കുകയും എപ്പോഴും അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബെറ്റർ കൺട്രോൾ. ഡീസെൻട്രലൈസ്ഡ് സെറ്റപ്പിൽ ഈസിയാണ് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാനും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും കറക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കാനും. സോ അത് എപ്പോഴും എഫക്റ്റീവ് കൺട്രോൾ ആകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഫൈനലി എന്തൊക്കെയാണ് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്നും കൂടെ നമുക്ക് നോക്കാം. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ദാറ്റ് ഈസ് ഡെലിഗേഷൻ. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡെലിഗേഷനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഈസ് കോൾഡ് ഡീസെൻട്രലൈസേഷൻ. ഡെലിഗേഷൻ കുറച്ച് നാരോ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡീസെൻട്രലൈസേഷൻ കുറച്ചൊരു വൈഡർ ആണ്. ബിക്കോസ് അവിടെ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഡെലിഗേഷൻ കമ്പൽസറി ആണ്, ഡീസെൻട്രലൈസേഷൻ ഓപ്ഷണൽ ആണ്. ഡെലിഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ഡീസെൻട്രലൈസേഷൻ ശരിക്കും ഈ ഡെലിഗേഷന്റെ ഒരു റിസൾട്ടായിട്ട്, ഒരു പോളിസിയുടെ റിസൾട്ടായിട്ട് ആക്ട് ചെയ്യുന്ന കാര്യമാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഡെലിഗേഷൻ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഡീസെൻട്രലൈസേഷൻ ടോട്ടലിസ്റ്റിക് ആണ്, അതായത് വൈഡ് ആണ്. ഡെലിഗേഷൻ നാരോ ആണ്, ഡീസെൻട്രലൈസേഷൻ വൈഡ് ആണെന്ന് പറയുന്ന പോലെ തന്നെയാണ്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. ഡെലിഗേഷന്റെ നേച്ചർ ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, ഡീസെൻട്രലൈസേഷൻ ടോട്ടലിസ്റ്റിക് ആണ്. അതേപോലെ തന്നെ ഡെലിഗേഷൻ എപ്പോഴും മാനേജേഴ്സിന്റെ ബർഡൻ കുറയ്ക്കുന്നു. ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബോർഡിനേറ്റ്സിന്റെ റോള് കൂടുതൽ ഓർഗനൈസേഷനിൽ ആക്റ്റീവ് ആക്കുന്നു. അതാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ.